ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വോയിസ് എങ്ങനെ ഇടാൻ പറ്റും. അതറിയുന്നവർ സ്ക്രിപ്റ്റ് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ എഴുതിയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും അത്. അപ്പോൾ അത് അറിയാത്ത ചില ആളുകളുണ്ട്, അവർക്ക് വേണ്ടി മാത്രമാണ് നമ്മുടെ വോയിസ് ഈ കമൻറ്റ് ബോക്സിൽ, നമ്മുടെ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ ആ വോയിസ് എഴുതിന് പകരം നമുക്ക് വോയിസ് ആയിട്ട് ഇടാൻ പറ്റും. വെറും 30 സെക്കൻഡാണ് ഇടാൻ പറ്റുന്നത്. അതെങ്ങനെയാണ് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ പോവാണ്. ചാനൽ ഞാൻ ഓപ്പൺ ആക്കുന്നുണ്ട്, കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ സംസാരിച്ച ഒരു ഇതുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഞാൻ ഇതിൽ ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഓണാക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ കുറേ കമൻറ്റ്സുകൾ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരാൾക്കിടെ റീപ്ലൈ കൊടുക്കാം. ഇവിടെ നമുക്ക് രണ്ടാമത് കാണിച്ചിട്ട് കറക്റ്റ് ആണ്. എല്ലാവരും വിചാരിച്ചാൽ ഹാപ്പി ആയിരിക്കാം. റംസി ഇവിടെ ചെയ്തിട്ടുണ്ട്, അവർക്ക് ഞാനൊരു മറുപടി കൊടുക്കുന്നുണ്ട്. അവരുടെ കമൻറ്റ് ബോക്സ് ഓണാക്കുക. ഇവിടെ ഓണാക്കിയല്ലോ. ഇവിടെ നമ്മൾ സെർച്ച് ബാറിൽ കുറച്ച് സംഗതികൾ കാണാം. ഇവിടെ ഇതിൽ ഏറ്റവും ലാസ്റ്റ് കാണുന്നത് ആ സെർച്ച് ബാറുടെ ബ്ലിങ്ക് ആകുന്നുണ്ടല്ലോ, അതിൻ്റെ വലത്ത് സൈഡിൽ അവിടെ വലത്ത് സൈഡിൽ ഒരു ക്യാമറാൻ്റെ ചിഹ്നമുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു കുറച്ച് വരകൾ കാണാം കുത്തനായിട്ടുള്ള, അതിലേക്ക് ക്ലിക്ക് കൊടുത്താൽ മതി. അതിലേക്ക് ഇങ്ങനെ ക്ലിക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ വോയിസ് ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ആ ചുവപ്പ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്യുമ്പോഴേക്കും നമുക്കിവിടെ വോയിസ് കൊടുക്കാൻ പറ്റും. അതേ റംസീനി പറഞ്ഞ കറക്റ്റാണ്. എല്ലാവരും അങ്ങനെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇപ്പോൾ ഈ വോയിസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് കേൾക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് വോയിസ് കൊടുക്കാൻ പറ്റിയ ഒരു കാര്യം. നമ്മൾ ഇപ്പോൾ അത് 30 സെക്കൻഡാണ്, നമ്മൾ ഇപ്പോൾ 20 സെക്കൻഡ് ആക്കിയിട്ട് ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, 15 സെക്കൻഡ് ആയിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ഇവിടെ ഏറ്റവും ലാസ്റ്റ് ഉള്ളത് 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ വീണ്ടും ചെയ്യാനുള്ളതുണ്ട്, മാറ്റാനുണ്ട്, അത് സെൻഡ് ചെയ്യേണ്ട അതിലേക്ക്. അപ്പോൾ ലാസ്റ്റ് ഉള്ളത് സെൻഡ് ചെയ്യേണ്ടതാണ്. ലാസ്റ്റ് ഏറ്റവും താഴെ കാണുന്നത് ഒരു മാർക്ക് ഉണ്ടല്ലോ, അതിലൊന്ന് ക്ലിക്ക് കൊടുക്കാം. അപ്പോൾ അതിവിടെ സെൻഡാകും. ഇപ്പോൾ സെൻഡാകുന്നത് കാണാം. ഓക്കെ, ഇപ്പോൾ സെൻഡ് ആയിട്ടുണ്ട് അവിടെ. ഇനി നമുക്കത് കേൾക്കാൻ പറ്റും. ഞാനൊന്നത് കുറച്ച് സമയം ഇവിടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. അതിപ്പോൾ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതെ, റംസീനി പറഞ്ഞ കറക്റ്റാണ്. എല്ലാവരും അങ്ങനെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇപ്പോൾ ഈ വോയിസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് കേൾക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഓക്കെ, നിങ്ങൾ പ്ലേ ചെയ്ത് കണ്ടല്ലോ. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇനി ഇതിപ്പോൾ എൻ്റെ ചാനലിൽ എനിക്ക് വന്ന കമൻറ്റ് റീപ്ലൈ കൊടുത്താണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരാളൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് റീപ്ലൈ ആണ് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ എൻ്റെ കമൻറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് വോയിസ് ഇടാൻ പറ്റില്ല. നിങ്ങളുടെ ചാനലിലാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് റീപ്ലൈ തരാൻ പറ്റും. ഇപ്പോൾ റീപ്ലൈ കൊടുക്കാൻ പറ്റുന്ന വോയിസാണ് കേട്ടോ അത്. അപ്പോൾ ആദ്യമായിട്ടൊരു വോയിസ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരാൾ കമൻറ്റ് ഇട്ടാൽ അതിന് റീപ്ലൈ കൊടുക്കാൻ പറ്റിയ വോയിസ് ഇടാൻ പറ്റിയ സംഭവമാണ് ഇത്. നമുക്ക് എന്താക്കാനും പറ്റും, ഇതിൽ അതിൻ്റെ ടെക്സ്റ്റ് കാണിക്കാനും പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. അവിടെ ഇതുണ്ടല്ലോ വോയിസിൻ്റെ ആ ചിഹ്നത്തിന് താഴെ ഷോ ടെക്സ്റ്റ് റിപ്പ് എന്നുള്ള കാണിക്കുന്നുണ്ട്. അതിലൊന്ന് ക്ലിക്ക് അടിക്കാം. ഓക്കെ, ഇവിടെ പറഞ്ഞതെല്ലാം ഇവിടെ വന്നു, കണ്ടില്ലേ? അതിപ്പോൾ എഴുത്തിൽ കൂടി അതും കാണിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അറിയുന്നവർ അറിയാത്തവർ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അറിയുന്ന ആളാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ പറയാൻ. ഓക്കെ, അപ്പോൾ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കോളൂ. ഓക്കെ, ബൈ. ഇത്രയേ ഉള്ളൂ.